ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന, ബെൻഡിറ്റേ പ്രയർ. ഈ പ്രഭാതം 215-ാം ദിനം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ മക്കളുടെ അനുഗ്രഹത്തിനായി അവരുടെ പേര് പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ. ഇന്ന് ഈ പ്രഭാതത്തിൽ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാം വചനമാണ്. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ ബന്ധം നിറയുവാൻ ഇന്ന് മാതാപിതാക്കളുമാണ് മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രശ്നം. പല മക്കളുടെയും ജീവിതത്തിൽ മാതാപിതാക്കളെ കുറിച്ചാണ് പറയുവാനായിട്ടുള്ളത്. അവരുടെ ഉപദേശം, അവരുടെ കാര്യങ്ങൾ പറയുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പല രീതിയിലുള്ള പ്രതിസന്ധികൾ മക്കൾക്ക് മാതാപിതാക്കൾ തമ്മിലുണ്ട്. ഇപ്പോഴും കുറ്റപ്പെടുത്തലുകൾ, മാതാപിതാക്കൾക്ക് ഒരു സൗകര്യം കൊടുക്കാത്ത മക്കളുണ്ട്. അങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്ന് നമുക്ക് അനുഗ്രഹിക്കാം. മാതാപിതാക്കളുമായി ബന്ധം, അപ്പനോടും അമ്മയോടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുവാനും അങ്ങനെ ഒരു ബഹുമാനത്തിലേക്കും വിനയത്തിലേക്കും നല്ല ബന്ധത്തിൽ നിന്നുകൊണ്ട് മക്കൾ അനുഗ്രഹം പ്രാപിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് വഴി ദീർഘായുസ്സുള്ളവരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള ആയുസ്സിനെ കെടുത്തുന്ന അകാല മരണങ്ങൾ, ദുർമരണങ്ങൾ, രോഗപീഠകൾ, മഹാമാരികൾ ഞങ്ങളുടെ മക്കളെ അലട്ടാതിരിക്കട്ടെ. അവിടുന്ന് നൽകുന്ന ദീർഘായുസ് അനുഭവിച്ച് ദൈവമേ എപ്പോഴും അവിടുത്തെ നിരന്തരം ശ്രദ്ധിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.